ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനൊരു കൊഞ്ച് റോസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനൊരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക്, പെരിഞ്ജീരകം, ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും കൂടി ഇട്ട് നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് മൂപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി വന്ന ശേഷം അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്ര ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിട്ട് നല്ലപോലെ മൂത്ത് വന്ന മുളക് പൊടിയുടെയൊക്കെ പച്ച മണമൊന്ന് മാറുന്ന പോലെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ നല്ല കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്, 1/2 കിലോ ഉണ്ട്. നല്ല വലിയ കൊഞ്ചാണ്. ഇതൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ നല്ലതുപോലെ റോസ്റ്റായിട്ട് വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമ്മൾ തക്കാളിക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മുളകിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അതും കൂടെ നല്ലതുപോലെ ഇതിൻ്റെ കൂടെ ഇട്ടൊന്ന് വശക്കി എടുക്കണം. എന്നിട്ട് ഇതിലോട്ട് 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അത് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. എന്നിട്ട് അത് നല്ല തിളച്ച് വരുമ്പോഴത്തേക്കും ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് അതിലോട്ട് പറക്കി ഇടണം. ഓരോന്നോരോന്നായിട്ട് പറക്കിയിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. നല്ലപോലെ അതൊന്ന് തിളച്ച് വന്ന ശേഷം നല്ല തിള വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ അതിലൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഇതിന് കൊഞ്ചിന് ആവശ്യമായ ഉപ്പും കൂടെ അതിലോട്ട് ആഡ് ചെയ്തിട്ട് നല്ല തിളച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ഓരോന്നായിട്ടെടുത്തിടുകയാണ്. എല്ലാം നല്ലതുപോലെ ഇട്ട് അതിനെ നമ്മൾ ഇളക്കി വെച്ച് അടച്ചു വെച്ച് അത് വേഗം കുറച്ച് മല്ലിയില, അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ കറക്റ്റ് റോസ്റ്റ് പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് അടിക്കണം. ബൈ.